എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ ഇനി വരുന്ന പരീക്ഷയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? 2005 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഓപ്ഷൻ ബി സംസ്ഥാനത്തിലെ ഗവർണർ. സംസ്ഥാനത്തിലെ ഗവർണറാണ് 2005 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ ഈ നിയമനം നടത്തുന്നത്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ ഡി ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി. OV വിജയൻ്റെ കൃതിയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. തന്നിരിക്കുന്നവയിൽ ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായാണ് ഈ ദിനം തിരഞ്ഞെടുത്തത്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? തന്നിരിക്കുന്നവയിൽ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഓപ്ഷൻ ബി മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈം എന്ന രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഓപ്ഷൻ ബി കരൾ. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്നത് കരളാണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? തന്നിരിക്കുന്നവയിൽ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡൻ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡൻ. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? തന്നിരിക്കുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഓപ്ഷൻ ഡി രക്തം. തന്നിരിക്കുന്നവയിൽ രക്തമാണ് ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം. തന്നിരിക്കുന്നവയിൽ ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവുകൾ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി VP മേനോൻ. തന്നിട്ടുള്ള 4 പ്രസ്താവനകളും തന്നെ VP മേനോനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ്. കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കുക. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. തന്നിരിക്കുന്നവ കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ എ 2, 4, 1, 3.
1822 59 ചാനാർ ലഹള, 1921 മലബാർ കലാപം, 1924 വൈക്കം സത്യാഗ്രഹം, 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ഇങ്ങനെയാണ് കാലഗണനാക്രമം. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും തന്നെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായവ ആണ്. പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം? അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. ഗ്രാനൈറ്റ് ഒരുതരം അവസാദശിലയാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം? ഓപ്ഷൻ ബി. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ്. പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ബി. 1ഉം 4ഉം പ്രസ്താവനകളാണ് ശരിയായത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഈ പ്രസ്താവനകളാണ് ശരിയായത്. കൂടംകുളത്ത് ആണവ നിലയമാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ ആണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച താഴെ പറയുന്ന നയങ്ങളെ അവ നടപ്പിലാക്കിയ വർഷം അടിസ്ഥാനമാക്കി കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കുക. ബാങ്ക് ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, 500,000 നോട്ടുകളുടെ നിരോധനം, ഭൂപരിഷ്കരണം. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച തന്നിരിക്കുന്ന നയങ്ങളെ അവ നടപ്പിലാക്കിയ വർഷം അടിസ്ഥാനമാക്കി കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2, 4, 1, 3. 1950 ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, 1951 ഭൂപരിഷ്കരണം, 1969 ബാങ്ക് ദേശസാൽക്കരണം, 2016 500,000 നോട്ടുകളുടെ നിരോധനം. ഇങ്ങനെയാണ് കാലഗണനാക്രമം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഹരിക്കെയിൻ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജലപ്രവാഹം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജലപ്രവാഹം ഏതാണ്? ഓപ്ഷൻ ഡി. അഗുൽഹാസ് പ്രവാഹം. തന്നിരിക്കുന്നവയിൽ അഗുൽഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം. നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. തന്നിരിക്കുന്നവയിൽ ഏതാണ് നാറ്റോയുടെ ആസ്ഥാനം? എവിടെയാണ് നാറ്റോയുടെ ആസ്ഥാനം? ഓപ്ഷൻ സി. ബ്രസൽസ്. ബ്രസൽസിലാണ് നാറ്റോയുടെ ആസ്ഥാനം. കേരളത്തിലാദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലാദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ. തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലെ കുതിരാൻ തുരങ്കം. തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായവ ഏതെല്ലാം? നിർദ്ദേശക തത്വങ്ങൾ, മൗലികാവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ബി. 2ഉം 3ഉമാണ് ശരിയായത്. മൗലികാവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നുമാണ് കടമെടുത്തത്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് 2024 UN
ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? തന്നിരിക്കുന്നവരിൽ പശ്ചിമഘട്ട സംരക്ഷണത്തിന് 2024 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച വ്യക്തി ഓപ്ഷൻ ബി മാധവ് ഗാഡ്ഗിൽ. തന്നിരിക്കുന്നവരിൽ മാധവ് ഗാഡ്ഗിലാണ് പശ്ചിമഘട്ട സംരക്ഷണത്തിന് 2024 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച വ്യക്തി. ആധാർ അതോറിറ്റിക്കായി UIDAIക്കായി ഉദയ് എന്ന ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്ത മലയാളി ആരാണ്? ആധാർ അതോറിറ്റിക്കായി ഉദയ് എന്ന ഭാഗ്യചിഹ്നം, ആധാർ മാസ്കോട്ട് രൂപകൽപ്പന ചെയ്ത മലയാളി ആരാണ്? ഓപ്ഷൻ ബി അരുൺ ഗോകുൽ. തന്നിരിക്കുന്നവരിൽ അരുൺ ഗോകുലാണ് ആധാർ അതോറിറ്റിക്കായി ഉദയ് എന്ന ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്ത മലയാളി. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യവസായി ആരാണ്? 2025 പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യവസായി ആരാണ്? ഓപ്ഷൻ സി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. തന്നിരിക്കുന്നവരിൽ രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യറാണ് 2025 പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യവസായി. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി ആരാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി ഓപ്ഷൻ ബി KG ശങ്കരപിള്ള. തന്നിരിക്കുന്നവരിൽ KG ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ സാഹിത്യകാരൻ ആരാണ്? 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ സാഹിത്യകാരൻ ഓപ്ഷൻ ബി ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ സാഹിത്യകാരൻ. ISRO ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യത്തെ ആനലോഗ് ബഹിരാകാശ ദൗത്യമായ ഹോപ്പ് ഹ്യൂമൻ ഓഷ്യൻ പ്ലാറ്റ്ഫോം ഫോർ എക്സ്പ്ലോറേഷൻ എവിടെയാണ് നടപ്പിലാക്കുന്നത്? ISRO ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യത്തെ ആനലോഗ് ബഹിരാകാശ ദൗത്യമായ ഹോപ്പ് എവിടെയാണ് നടപ്പിലാക്കുന്നത്? ഓപ്ഷൻ സി ലഡാക്ക്. ISRO ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യത്തെ ആനലോഗ് ബഹിരാകാശ ദൗത്യമായ ഹോപ്പ് ലഡാക്കിലാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ അവയവദാനത്തിൻ്റെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ അവയവദാനത്തിൻ്റെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി തമിഴ്നാട്. തമിഴ്നാടാണ് ഇന്ത്യയിൽ അവയവദാനത്തിൻ്റെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമായ ചെനാബ് പാലം നിലവിൽ വന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമായ ചെനാബ് പാലം നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമായ ചെനാബ് പാലം ജമ്മു കാശ്മീരിലാണ് നിലവിൽ വന്നത്. 2025 ഫോബ്സ് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിയത് ആരാണ്? 2025 ഫോബ്സ് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിയത് ആരായിരുന്നു? ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. 2025 ഫോബ്സ് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്തെത്തിയത് നിർമ്മല സീതാരാമനായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം? ലോകത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓപ്ഷൻ ബി ഭൂട്ടാൻ. ഭൂട്ടാനാണ് ലോകത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം. 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ പ്രമുഖ കന്നഡ എഴുത്തുകാരി ആരാണ്? 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ പ്രമുഖ കന്നഡ എഴുത്തുകാരി ഓപ്ഷൻ സി ബാനു മുഷ്താഖ്. തന്നിരിക്കുന്നവരിൽ ബാനു മുഷ്താഖാണ് 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ പ്രമുഖ കന്നഡ എഴുത്തുകാരി. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? തന്നിരിക്കുന്നവയിൽ സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഓപ്ഷൻ ബി മായ. മായ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS ആണ് സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണ്? ഓപ്ഷൻ ബി നാഫിത്രോമൈസിൻ.
നാഫിത്രോമൈസിൻ എന്ന ആൻറ്റിബയോട്ടിക്കാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. കായിക മേഖലയിൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണ്? തന്നിരിക്കുന്നവരിൽ കായിക മേഖലയിൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണ്? ഓപ്ഷൻ ബി നീരജ് ചോപ്ര. തന്നിരിക്കുന്നവരിൽ നീരജ് ചോപ്രയാണ് കായിക മേഖലയിൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ്. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ടാക്സി സർവീസ് ഏതാണ്? സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ടാക്സി സർവീസ് ഏതാണ്? ഓപ്ഷൻ സി ഭാരത് ടാക്സി. ഭാരത് ടാക്സിയാണ് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ടാക്സി സർവീസ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പുതുതായി നിയമിതനായ പ്രമുഖ വ്യക്തി ആരാണ്? കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പുതുതായി നിയമിതനായ പ്രമുഖ വ്യക്തി ഓപ്ഷൻ ബി റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പുതുതായി നിയമിതനായ വ്യക്തി. സൈബർ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിൻ്റെ ഭാഗമായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന പ്രത്യേക പരിശോധന ഏതാണ്? സൈബർ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിൻ്റെ ഭാഗമായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന പ്രത്യേക പരിശോധനയുടെ പേര് ഓപ്ഷൻ ബി ഓപ്പറേഷൻ സൈഹണ്ട്. ഓപ്പറേഷൻ സൈഹണ്ട് ആണ് സൈബർ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിൻ്റെ ഭാഗമായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന പ്രത്യേക പരിശോധന. കേരള സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ലാബുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ലബോറട്ടറി ശൃംഖല അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കേരള സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ലാബോറട്ടറീസിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ലബോറട്ടറി ശൃംഖല അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ എ നിർണയ. കേരള സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ലാബുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ലബോറട്ടറി ശൃംഖല അറിയപ്പെടുന്ന പേര് നിർണയ എന്നാണ്. 2024 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2024 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ബി മമ്മൂട്ടി. മമ്മൂട്ടിയാണ് 2024 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി KJ യേശുദാസ്. 2025 സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് ഗായകൻ KJ യേശുദാസിനാണ്. കേരളത്തിൻ്റെ നിലവിലെ പോലീസ് മേധാവി DGP ആരാണ്? കേരളത്തിൻ്റെ നിലവിലെ പോലീസ് മേധാവി ഓപ്ഷൻ ബി റവാഡ എ ചന്ദ്രശേഖർ. റവാഡ എ ചന്ദ്രശേഖറാണ് കേരളത്തിൻ്റെ നിലവിലെ പോലീസ് മേധാവി. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ്? നിലവിലെ കേരളത്തിൻ്റെ ലോകായുക്ത ഓപ്ഷൻ ബി ജസ്റ്റിസ് N അനിൽകുമാർ. ജസ്റ്റിസ് N അനിൽകുമാറാണ് നിലവിലെ കേരളത്തിൻ്റെ ലോകായുക്ത. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? കേരള സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ ബി P സതീദേവി. P സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ ബി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ സി ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ്.
ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? യുണൈറ്റഡ് നേഷൻസിൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ സി അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ മന്ത്രി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി ഓപ്ഷൻ എ ജോർജ് യൂൾ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ പോളോ. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു? ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു? ഓപ്ഷൻ സി ബൽവന്ത് റായ് മേത്ത. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ബൽവന്ത് റായ് മേത്തയുടെ നേതൃത്വത്തിലുള്ള സമിതി ആയിരുന്നു. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.